بسم الله الرحمن الرحيم بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1816 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب. صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞുകൊണ്ടിരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് സംബന്ധമായിട്ടാണ് സൂറത്തിന്റെ തുടക്കം മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു ചർച്ചയിൽ കൊണ്ടുവരുന്നത്. താക്കീതുകാരനായിട്ട് തങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ഒരാളെ നിശ്ചയിക്കപ്പെട്ടു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവിശ്വസനീയമായിട്ട് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആ നിലയ്ക്കാണ് അവരതിനെ പരാമർശിക്കുന്നത്. തങ്ങൾക്ക് സുപരിചിതനായ ഒരാള് ദീർഘകാലം തങ്ങളോടൊപ്പം എല്ലാ മേഖലകളിലും സഹവസിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും തങ്ങളോടൊപ്പം പങ്കാളിയായിക്കൊണ്ടൊക്കെ ജീവിച്ചിരുന്ന ഒരാള് വളരെ അപ്രതീക്ഷിതമായി ആ സമൂഹത്തിന്റെ താക്കീതുകാരനായിട്ട് രംഗത്ത് വരിക, ദൈവ നിയുക്തനായ പ്രവാചകനാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവിശ്വസനീയമായിട്ട് വളരെ അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അതൊരിക്കലും അങ്ങനെ ഉണ്ടാവാൻ ഇടയില്ലല്ലോ എന്ന നിലക്കാണ് അവരതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് തീർത്തും അവിശ്വസനീയമായിട്ട് അനുഭവപ്പെട്ട കാര്യമാണ് മരണശേഷം മനുഷ്യ ശരീരം ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നതിന് ശേഷം
പിന്നീട് തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിനെ തുടർന്നുള്ള വിചാരണയും അതുപോലെ രക്ഷാ ശിക്ഷകളും ഒക്കെ ഉണ്ടാകും, നരകസ്വർഗങ്ങൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവർക്കായുള്ള താക്കീതിന്റെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞപ്പോ അവർക്ക് അതും വളരെ അവിശ്വസനീയമായ, വളരെ വിദൂരസ്ഥമായ ഒരു സാധ്യതയായിട്ടാണ് അവരതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ആലിക്ക് റജൂൻ ബഈദ് എന്നാണ്. ഐദാ മിത്ന വകുന്ന തുറാബൻ എന്ന് മരിച്ച് മണ്ണായി മാറിയതിനു ശേഷം ദാലിക്ക് റജൂൻ ബഈദ് അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിദൂരമായ സാധ്യത പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്, ഒരു മടക്കമാണത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ അള്ളാഹു അതിനോട് പ്രതികരണമായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ച് നമ്മൾ 4-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും. അവരുടെ ജഡങ്ങളിൽ നിന്ന് ഭൂമി എന്തൊക്കെ കുറച്ചു കളയുന്നു, എന്തൊക്കെ തിന്നു തീർക്കുന്നു എന്നതൊക്കെ നാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. വഇൻദനാ കിതാബുൻ ഹഫീദ്. നമ്മുടെ അടുക്കൽ സകലതും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രേഖയുമുണ്ട്, ഒരു ഗ്രന്ഥവുമുണ്ട്. എല്ലാം ഇതൊക്കെയും തന്നെ ഈ സംഭവങ്ങൾ ഓരോരുത്തരുടെയും ശരീരാവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് പോലും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സംവിധാനവും നമ്മുടെ അടുക്കലുണ്ട് എന്നാണ് അള്ളാഹു അതിനോടുള്ള പ്രതികരണമായിട്ട് പറയുകയുണ്ടായത്. എന്നിട്ട് ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശത്തോട്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവിത ദർശനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുകയുണ്ടായത് എന്നത് തുടർന്ന് വിവരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ മുഖ്യമായിട്ടും അതാണ് അടങ്ങിയിട്ടുള്ളത്. ബൽ കസ്സബൂ ബിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും. ഉണ്ടായത് എങ്ങനെയാണ്? യാഥാർത്ഥ്യം, ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട സത്യം അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോ, അവരുടെ മുന്നിലായി സമർപ്പിക്കപ്പെട്ടപ്പോ അവരതിനെ ഷടപടാന്നുള്ള ഒരു നിലപാടില് തള്ളിക്കളഞ്ഞു, അതിനെ നിഷേധിച്ചു കളഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നതൊരു യുക്തിവിചാരം നടത്താൻ പോലും അവര് സന്നദ്ധരായില്ല. ഔട്ട്റൈറ്റ് ആയിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് അവരതിനെ നിഷേധിക്കുകയായിരുന്നു, തള്ളിക്കളയുകയായിരുന്നു. ബൽ കസ്സബൂ ബിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും. ഏത് ആശയമാണെങ്കിലും ഏത് വസ്തുതയാണെങ്കിലും അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനൊന്ന് ചെവി കൊടുക്കുക, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക, അതിൽ വസ്തുത അടങ്ങിയിട്ടുണ്ടോ എന്നതൊന്ന് പരിശോധിക്കുക എന്നതൊക്കെ സ്വാഭാവികമായി മനുഷ്യർ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതുപോലും ചെയ്യാതെ ഒരാലോചനയും ഇല്ലാത്തവരായി അതിവേഗം നിഷേധിക്കുകയായിരുന്നു അവര്. ബൽ കസ്സബൂ ബിൽ ഹഖ്ഖി ലമ്മാ ജാഅഹും. സത്യം അവരിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെയായി ആ സത്യം കേൾക്കാൻ അവർക്ക് സാഹചര്യം ഉണ്ടായപ്പോ അവരത് നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ടോ അവർക്കൊരു വ്യക്തതയുള്ള നിലപാട് അക്കാര്യത്തിൽ ഉണ്ടായോ? ഫഹും ഫി അംരി മരീച്ച്. അവരാ കാര്യത്തില് നിറഞ്ഞ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശമാണ് താൻ ജനങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറിച്ചും താൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞ സംഗതികള് അവര് നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു എന്നത് ഒരു ഭാഗത്ത്, അതാണ് അവരുടെ നിലപാട് ഒരു ഭാഗത്തെങ്കിൽ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്നതിനെ കുറിച്ച്, അദ്ദേഹം പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഒരിക്കലും തന്നെ ഒരു സംഗതിയിൽ ഉറച്ചു നിൽക്കുകയുണ്ടായില്ല. അവര് പലതുമാണ് പറയുകയുണ്ടായത്.
അവസാനം എന്താണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്നത് അവർക്ക് വല്ലാത്ത ആശയക്കുഴപ്പമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവര് പറഞ്ഞുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യനാവുന്നതിന് കാരണമായിട്ട് അവർ പറയുകയുണ്ടായത്, ഒന്ന്, അദ്ദേഹം ഭ്രാന്തനാണ്, എന്തൊക്കെയോ തലക്ക് വെളിവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവരുടെ ഒരു നിലപാട്. കുറച്ചു കഴിഞ്ഞപ്പോ അത് മാറ്റി അവര് ഇതങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞു വിടാൻ പറ്റൂല, ഇതിൽ വല്ലാത്ത മാസ്മരികതയുള്ള ഒരു വളരെ വലിയ ആഴത്തിലുള്ള ആശയങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങളാണല്ലോ എന്നുള്ള ഒരു ആലോചന അവരെ പിടികൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിലും അങ്ങേയറ്റത്തെ യുക്തിഭദ്രതയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോ അത് ഭ്രാന്ത് പറയുകയാണ് എന്ന് എത്ര നേരം പറയാൻ കഴിയും? സ്വബോധമുള്ള ആർക്കും അതിന്റെ അർത്ഥസൂചനകൾ വെളിപ്പെട്ട് കിട്ടുമ്പോ, മനസ്സിലാകുമ്പോ അത് ഭ്രാന്തൻ വർത്തമാനമല്ല എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പിന്നെ അയാൾക്ക് ഭ്രാന്താണ്, അയാൾ ഭ്രാന്തിൽ ഓരോന്ന് വിളിച്ചു പറയുകയാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് ഇത് എന്തോ ഒരു ആഭിചാരമാണ് ഇയാൾ ചെയ്യുന്നത്, സിഹ്ർ ചെയ്യാണ്, ആളുകളൊക്കെ തന്റെ പാട്ടിലാക്കാൻ ഒരു ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പിന്നെ അവര് പറയുന്ന ഒരു കാര്യം. അപ്പോ രണ്ടാമത്തത് സാഹിർ എന്നതാണ്. ആദ്യം മജ്നൂൻ എന്നതായിരുന്നു അവരുടെ ആക്ഷേപം, ഭ്രാന്താണ് ഇയാൾക്ക്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആ ഭ്രാന്ത് എന്നുള്ളത് വല്ലാതെ വില പോകുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ പറയുന്നത് അയാൾ ഒരു ആഭിചാരകനാണ്, അയാൾ ജനങ്ങളെ വശീകരിക്കാൻ സിഹ്ർ ചെയ്യുകയാണ് എന്നതാണ്, സാഹിറാണ് എന്നതാണ് അവരുടെ ആരോപണം. അതും സാഹിറുകളെ പോലെയൊന്നും അല്ല ഇയാള്. സാഹിറുകൾക്ക് പലപ്പോഴും ഭൗതിക താല്പര്യം പലതുമാണ് ഉണ്ടാവുക, ആളുകളെ വശീകരിച്ച് അതിലൂടെ അവരുടെ സമ്പത്ത്, അവരുടെ പണം ഒക്കെ നേടുക, എന്നിട്ട് സമ്പന്നനാവുക, സ്വാധീനമുള്ള ആളാകുക, ഇതൊക്കെ ആയിരിക്കും ആഭിചാരകന്റെ താല്പര്യം. ഇനി അതും അല്ലെങ്കിൽ വല്ല അധികാരം പിടിച്ചടക്കല് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ യാതൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് അവർ കാണുന്നില്ല. അപ്പൊ ഈ ആഭിചാരകൻ എന്ന ആക്ഷേപവും വിലപ്പോകുന്നില്ല എന്നത് അവർക്ക് വൈകാതെ തന്നെ മനസ്സിലാവുക. അതുപോലെ പിന്നെ അവര് മറ്റൊന്ന് പറയുന്നത്, ആരോ ഇയാൾക്ക് മാരണം ചെയ്തതാണ്, ഇയാൾക്ക് എന്തോ ഒരു സിഹ്ർ ബാധിച്ചതാണ്, ആരോ ഒരാള് ഇയാൾക്ക് ഒരു ഗൂഢോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാള് എന്തൊക്കെയോ അങ്ങനെ പറയുകയാണ് എന്നതാണ് മറ്റൊരു ആരോപണമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അതും അവർക്ക് ഈ യുക്തിഭദ്രമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കൃത്യമായി പാലിക്കപ്പെടുന്നത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആരോ അദ്ദേഹത്തില് മരണം ചെയ്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരോ അദ്ദേഹത്തിന് സിഹ്ർ ചെയ്തതാണ് എന്നൊക്കെയുള്ള നിലക്ക് പറയുക എന്നത് വളരെ അസ്വീകാര്യമായതായിട്ട് അവർക്ക് തന്നെ തോന്നുന്നു. പിന്നെ അവര് പറയുന്നത്, ഇത് മുഹമ്മദ് സ്വന്തം നിലക്കുള്ള പരിപാടിയല്ല, അവന്റെ പുറകിൽ ആരോ ഒരാള് എന്തൊക്കെയോ ഒപ്പിച്ച് ആസൂത്രണം ചെയ്ത് വിടുകയാണ്, ഇയാളാരോ പഠിപ്പിച്ചു വിടുകയാണ് എന്നതാണ്. വളരെ പരിശീലനം കൊടുത്ത്, പ്രത്യേകമായി പരിശീലനമൊക്കെ കൊടുത്ത് തയ്യാറാക്കിയിട്ട് ഇങ്ങനൊക്കെ പറയാൻ വേണ്ടി ഇയാളെ ഒരുക്കി വിടുകയാണ് എന്നതാണ് പിന്നെ അവര് പറയുന്ന ഒരു കാര്യം. അത് ഒരു അറബിയല്ലാത്ത അനറബി പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് അങ്ങനെ ഇയാളെ പരിശീലിപ്പിച്ചു വിടുന്നത് എന്നൊക്കെയുള്ള വിധത്തിൽ അവർ ആ വിശദീകരണത്തിന് പല എക്സ്റ്റൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിലപാടിൽ അവർ നിരന്തരം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഒരു നിലപാടില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ആരാണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ് തുടങ്ങിയ സംഗതികളെ കുറിച്ച് അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ അഭിപ്രായത്തിൽ നിലകൊള്ളുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സത്യം, ദൈവികമായി അവതരിച്ചു കിട്ടിയ സത്യം അവരെ കേൾപ്പിച്ചപ്പോ ഒരാലോചനയും ഇല്ലാത്തവരായിക്കൊണ്ട് അവരതിനെ നിഷേധിച്ചു. എന്നാലോ അവർക്ക് അക്കാര്യത്തിൽ ഒരു കൺസിസ്റ്റന്റ് ആയ അഭിപ്രായമോ നിലപാടോ ഒരു ഉറച്ച അഭിപ്രായമോ ഒക്കെ ഉണ്ടോ? അതുമില്ല.
സംഭവിച്ചത് ഫഹും ഫി അംരി മരീജ്, അവര് വല്ലാത്ത ആശയക്കുഴപ്പത്തിലും സന്ദേഹത്തിലുമൊക്കെയായി മാറി എന്നതുമാണ്. അവർക്ക് അത് സംബന്ധം മരീജ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാവുക, കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. കൃത്യമായിട്ട് അതെന്താണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരൊരു ആരോപണം അങ്ങ് ഉന്നയിച്ചു, അത് മാറി മാറി വ്യത്യസ്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിധത്തിലായി. അവസാനം യഥാർത്ഥത്തിൽ തന്നെ ഈ മനുഷ്യൻ എന്താണ്, ആരാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യത്തിൽ അവര് വലിയ ആശയക്കുഴപ്പത്തിലായി മാറുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിക്കുന്ന ഈ സംഗതി നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നുന്നു. നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽ ഒരാൾ താക്കീതുകാരനായി വന്നു എന്നത്, മരണാനന്തരം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അസ്വീകാര്യമായിട്ട് തോന്നുകയാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജഡം ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്ന് അത് പലതുമായി കഴിഞ്ഞിട്ടുണ്ടാകും. നൂറ്റാണ്ടുകൾ പിന്നിടുന്നതോടുകൂടി ആ ഒരു മരിച്ചുപോയ മനുഷ്യന്റെ ജഡത്തിന്റെ അംശങ്ങള് എത്രയോ തലമുറകളുടെ ജീവജാലങ്ങളുടെയും അതുപോലെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടൊക്കെ മാറിയിട്ടുണ്ടാകുക. എന്നിട്ട് ഞങ്ങളെ അല്ലെങ്കിൽ ആ മരിച്ച ആളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഇയാൾ പറയുന്നത് എന്ന് അത്ഭുതപ്പെടുകയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് തങ്ങളിൽ തന്നെ പെട്ട ഒരാളെ താക്കീതുകാരനായി നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നതും, മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന കാര്യവും അവർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ അത് സംബന്ധമായ ഒരു യുക്തി വിചാരം നടത്താൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോ അവരോട് അല്ലാഹു അവരുടെ ചിന്ത തട്ടി ഉണർത്തുന്ന വിധത്തില് ചോദിക്കുകയാണ്, അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും, ഇവര് തങ്ങളുടെ മീതെയായിട്ടുള്ള, തലക്ക് മീതെയായിട്ടുള്ള, ശിരസിന് മീതെയായിട്ടുള്ള ഈ ആകാശത്തെ കാണുന്നില്ലേ? അവരതിനെ നിരീക്ഷിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ തലക്ക് മീതെ ഒരു ആകാശം മേലാപ്പായിട്ട് ഉള്ളത്? അഫലം യൻദുറു, അവര് കാണുകയുണ്ടായിട്ടില്ലേ? ഇലസ്സമാഇ, ആകാശത്തിലേക്ക് അവർ നോക്കുകയുണ്ടായിട്ടില്ലേ? ഫൗഖഹും, അവർക്ക് ഉപരിയായി, അവരുടെ മുകളിലായിട്ടാണല്ലോ അതുള്ളത്, അത് അവർ നിരീക്ഷിക്കുകയുണ്ടായില്ലേ? ഈ ഉൻളുർ, തൻളുറു, അതുപോലെ യൻളുറു എന്നുള്ള വിധത്തിൽ കാണുക എന്ന, നോക്കിക്കാണുക എന്നൊരു നിർദ്ദേശം ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചത്തെ, അതിന്റെ പല തലങ്ങളെയും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നതായി. അത് ഈ വിശ്വാസത്തിന്റെ അടിത്തറ യുക്തിഭദ്രമായത് ആവണം എന്ന നിലക്ക് തന്നെ, സത്യധിഷ്ഠിതമായ ഈ കാര്യം യുക്തിഭദ്രമായ അടിത്തറയിൽ തന്നെ അവരിൽ കരുപ്പിടിപ്പിക്കുന്നതിന്റെ ആവശ്യത്തിനാണ് അള്ളാഹു അങ്ങനെ പറയുന്നത് എന്നത് കാണാൻ കഴിയും. അപ്പോ ഇവര് ആകാശത്തെ നിരീക്ഷിക്കുകയുണ്ടായിട്ടില്ലേ? ഇവരുടെ മീതെയാണല്ലോ അത്. ബനൈനാഹ, നാം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ആകാശത്തെ ഉണ്ടാക്കിയത് നാമാണ്. അതെങ്ങനെയാണ് നാം അതിനെ ആ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നത് വല്ലപ്പോഴും ഇവർ ആലോചിക്കുന്നുണ്ടോ? വേറെ പലയിടത്തും ആകാശത്തെ മേലാപ്പ് പോലെ ഉണ്ടാക്കി, അതുപോലെ തൂണുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ, കാണപ്പെടുന്നതായ യാതൊരു തൂണുകളും ഇല്ലാതെ അള്ളാഹു ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ആകാശം എന്ന നമ്മുടെ കാഴ്ചക്ക് അതിരിടുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ വളരെ വിദൂരമായ, അല്ലെങ്കിൽ ശൂന്യതയുടെ ഒരു ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുന്നതിന് തടയിടുന്ന ഒരു പ്രതിഭാസമായിട്ട്, ഒരു തടസ്സമാവുന്ന, അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ടാകാം എന്നൊരു തോന്നല് സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഭാസം. അതാണ് നമുക്ക് ഈ ഉയരങ്ങൾ, ആകാശങ്ങൾ എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മുടെ ദൃശ്യമായ അനുഭവം.
നമ്മുടെ ദൃശ്യാനുഭവം അതാണ്. അപ്പൊ ഇത് അവർ നോക്കുന്നില്ലേ എന്നതാണ് അള്ളാഹുവിടെ അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് അതിന്റെ കൈഫ ബനൈനാഹ, നാം എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവര് വല്ലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വസയ്യന്നാഹ, നാം അതിനെ അങ്ങേയറ്റം ആകർഷകമാക്കി സീനത്തുള്ളതാക്കി വെച്ചിരിക്കുന്നു, അതിനെ അലങ്കൃതമാക്കി വെച്ചിരിക്കുന്നു. ആകാശ കാഴ്ച എന്ന് പറയുന്നത് വളരെ ഹൃദയഹാരിയായതാണ്. നമ്മുടെ മനസ്സില് ഭാവനയുണർത്തുന്ന, ചിന്തയുണർത്തുന്ന, നമ്മുടെ മനസ്സിന് ആനന്ദവും അതുപോലെ ആശ്വാസവും ഒക്കെ പകരുന്ന ഒരു കാഴ്ചയാണ് ആകാശം. അതില് നമ്മള് ദിവസങ്ങളോളം ഇൻഡോർ ലൈഫിൽ, ഇപ്പോ തടവുകാരെയൊക്കെ പോലെ ദിവസങ്ങളോളം അകത്ത്, ഒരു കെട്ടിടത്തിനകത്തായിട്ട് ആകാശം കാണാതെ കഴിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥജനകമാണ്. അതിനിടക്കൊന്ന് പുറത്തിറങ്ങി ആകാശം കാണാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് ആ ഘട്ടത്തിൽ അനുഭവപ്പെടും. അപ്പൊ കണ്ണിന് അതുപോലെ മനസ്സിന് ഒക്കെ തന്നെ വലിയ ആനന്ദം പകരുന്ന ഒരു സൗകുമാര്യത ആകാശത്തിനുണ്ട് എന്നത് ആകാശത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യൻ മാത്രമാണ് ജീവജാലങ്ങളുടെ കൂട്ടത്തില് ആകാശത്തെ ആ നിലക്ക് നോക്കിക്കാണുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജീവജാലങ്ങളുടെ തല മേലോട്ട് ഉയർത്തിപ്പിടിച്ചാല്, ആകാശം കാണുന്ന വിധത്തില് ഉയർത്തിപ്പിടിച്ചാൽ അവയൊക്കെയും തന്നെ വിരളി പിടിച്ച് വെപ്രാളപ്പെട്ട് കുതറി ഓടുന്നത് കാണാം. പക്ഷെ മനുഷ്യൻ മണിക്കൂറുകളോളം ആകാശത്തെ നിരീക്ഷിച്ചുകൊണ്ട് കുന്നിന്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല കടപ്പുറത്തോ ഒക്കെ തന്നെ സമയം ചെലവഴിക്കുന്നത് നമുക്ക് എത്രയോ കാണാൻ സാധിക്കുന്നുണ്ട്. പുഴയോരത്തോ അല്ലെങ്കിൽ അതുപോലെ തുറന്ന ഇടങ്ങളിൽ വിശാലമായ വിഹായിസ് കണ്ട് ആനന്ദിച്ച് കഴിയാൻ മനുഷ്യൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മനുഷ്യന്റെ കണ്ണുകൾക്ക് ഏറ്റവും ആനന്ദം പകരുന്ന ഒരു കാഴ്ചയായിട്ടാണ് ആകാശമുള്ളത്. അതിന്റെ വർണ്ണം പോലും ഏറ്റവും ചേർച്ചയുള്ളതാണ്. വേറെ ഏതെങ്കിലും വർണ്ണം ആകാശത്തിന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോ അതെന്തുമാത്രം അസ്വസ്ഥജനകമാവും എന്നത്. ഇത് മടുപ്പുളവാക്കാത്ത ഒരു വർണ്ണമാണ് ആകാശത്തിന്റെ. ചെറിയ ചെറിയ വർണ്ണമാറ്റങ്ങൾ ആകാശത്തില് ഓരോ സമയത്തിന്റെ, ദിവസത്തിന്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അനുഭവപ്പെടുന്നുവെങ്കിലും അതൊക്കെയും തന്നെ മനസ്സിന് വളരെ ഏറെ ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇങ്ങനെ ആകാശത്തെ സംവിധാനിച്ചു എന്നത്, ഈ ആളുകൾ അതിനെക്കുറിച്ച് അള്ളാഹു എങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നില്ലേ? വസയ്യന്നാഹ, നാം അതിനെ വളരെയേറെ അലങ്കാരമുള്ളതാക്കി വെച്ചിരിക്കുന്നു. വേറെ ചിലയിടങ്ങളിൽ നക്ഷത്രങ്ങളെ കൊണ്ട് താഴെ ആകാശം, കീഴാകാശം അലങ്കൃതമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതും കാണാം. വസയ്യന്നാഹ വമാ ലഹാ മിൻ ഫുറൂജ്, വമാ ലഹാ മിൻ ഫുറൂജ്, അതിന് എവിടെയും ഒരു വിടവോ ഒടിവോ ചതവോ എന്തെങ്കിലും ഒരു പോരായികയോ അവർ കാണുകയില്ല. വമാലഹും വമാലഹാ മിൻ ഫുറൂജ്, ആകാശത്തിന് ഈ നമുക്ക് ശിരസിന് മീതെ ഉള്ള ആ ദൃശ്യത്തിൽ എന്തെങ്കിലും ഒരു പോരായിക കാണാൻ അവർക്ക് സാധ്യമല്ല. അവയ്ക്ക് യാതൊരു ഫുറൂജുമില്ല. ഫുറൂജ് എന്ന് പറഞ്ഞാൽ ഫർജ് എന്നതിന്റെ ബഹുവചനാണ്. വിടവ് എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. എന്തെങ്കിലും ന്യൂനത, പൊട്ടല് അല്ലെങ്കിൽ വിള്ളല്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അപര്യാപ്തത ആകാശത്തിന്റെ നിർമ്മാണത്തില്, അതിനെ അലങ്കരിച്ചു വെച്ചതില് ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ പോലും ഇപ്പോ നിലവിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നാക്കി അതിന്റെ കാഴ്ചയെ മാറ്റുക എന്നത് മനുഷ്യഭാവനയിൽ പോലും വളരെ പ്രയാസകരമായിരിക്കും. മനുഷ്യൻ
അവന്റെ കലാവാസന ഉണരുന്ന സന്ദർഭങ്ങളിൽ അവന് കാഴ്ചകൾക്ക് അല്ലെങ്കിൽ കണ്ണുകൾക്ക് ദൃഷ്ടികൾക്ക് ആനന്ദം പകരുന്ന ഒരു ദൃശ്യം വരച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വരച്ചു വെക്കുന്നത് ഇങ്ങനെയുള്ള ആകാശത്തെയാണ്. അതില് മനുഷ്യൻ ഇടപെടലൊന്നും നടത്താറില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദൃശ്യം വരച്ചു വെക്കാമെന്ന് പോലും മനുഷ്യൻ ആലോചിക്കാറില്ല. അപ്പോ ആകാശത്തെ ഈ വിധത്തില് സീനത്തുള്ളതാക്കി വെച്ചത് അള്ളാഹു എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ സീനത്തുള്ളതാക്കിയിട്ടുള്ളത് എന്നത് ഇവരെപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആകാശത്തെ ഈ വിധത്തില് ഉണ്ടാക്കുവാനും അതിനെ അലങ്കാരമുള്ളതാക്കി അലങ്കൃതമാക്കി വെക്കുവാനും സാധിച്ച ആ അള്ളാഹുവിന് ഒരു ന്യൂനതയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒമാലഹമീം ഫുറൂജ്, സൂറത്തുൽ മുൽക്കിൽ ഇതേ കാര്യം അള്ളാഹു പറയുന്നുണ്ട്. സുമ്മർജൽ ബസറ കർറത്തൈനി യൻഖലിബിയിലേക്കൽ ബസർ ഖാസിഅൻ വഹുവ ഹസീർ. അതിൽ വല്ല ന്യൂനതയും അപര്യാപ്തതയും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നീ കണ്ണുകളെ തിരിച്ച് വീണ്ടും വീണ്ടും അയക്ക്. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണുകൾ നിരാശപ്പെട്ട് ആ വിടവും പോരായ്കയും കുറവും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട് നിരാശയോടുകൂടി നിന്നിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഖുർആൻ പറയുന്നത് അവിടെ സൂറത്തുൽ മുൽക്കില്. അപ്പോ വിടവ്, പോരായിക, അപര്യാപ്തത, ന്യൂനത ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്ത പരാജയം, ആ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണുകള് തളർന്ന് നിന്നിലേക്ക് തിരിച്ചെത്തും. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിരീക്ഷിക്കാൻ, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ നിരീക്ഷിക്കാൻ വേണ്ടി പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന കാര്യം. അപ്പൊ ഈ അള്ളാഹുവിന് ഇവര് കരുതുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ, ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാളെ താക്കീതുകാരനായി അയക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇവരെന്താ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം. അതുപോലെ വൽ അർള മദദ്നാഹ, ഭൂമിയോ അതിനെ നാം പരത്തിയിരിക്കുന്നു, വിശാലമായ പരപ്പുള്ളതാക്കിയിരിക്കുന്നു. ഭൂതലം വളരെ വിശാലമായി പരന്നു കിടക്കുന്ന വിധത്തിൽ നാം സംവിധാനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളാണ്. നാഗരിക വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ ഭൂതലത്തെ വളരെ വളരെ വ്യാപകമായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി മനുഷ്യൻ എന്തൊക്കെ മാറ്റങ്ങൾ ഭൂതലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഒരു 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒന്നും നാട്ടില് ഒരു എയർപോർട്ട് പോലെ വിശാലമായ പരന്ന ഒരിടം ആവശ്യമുണ്ടായിരുന്നില്ല. ആ നിലക്ക് പിന്നീട് നമ്മൾ അത് സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പ് ഒക്കെ തന്നെ മനുഷ്യൻ എത്ര വലിയ ഭാവനയോടുകൂടി പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വിധത്തില് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് ഭൂമിയെ അവൻ പരത്തി വിശാലമാക്കിയിട്ടുള്ളത്. ഈ വിധത്തിൽ നാം ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ടോ വാൽഖൈനാ ഫീഹാ റവാസിയ, അതിൽ നാം പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയെ സന്തുലിതമായി അതിന്റെ ബാലൻസ് തെറ്റാതെ ഭൂമിയെ ആ ക്രമീകരണത്തിന്റെ വിധത്തിൽ തന്നെ നിലകൊള്ളുന്ന വിധത്തിൽ അത് ഭൂമി അതിലെ ജീവജാലങ്ങളും അതുപോലെയുള്ള മനുഷ്യനിർമ്മിതിയും ഒക്കെ ആയിട്ട് അടിയുലഞ്ഞു പോവാതിരിക്കുന്ന വിധത്തിൽ എന്ന് ചിലയിടത്ത് പറയുന്ന കാണാം ഖുർആനിൽ. ഭൂമിയെ പർവ്വതങ്ങളെ ആണികളാക്കിയിട്ടാണ് ഭൂമിയിൽ അല്ലാഹു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സന്തുലിതത്വത്തില് ഈ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് അള്ളാഹു നൽകുന്ന സൂചന. അപ്പോ ഭൂമിയുടെ മുകളിലായിട്ട് നാം പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. വിദൂരമായ ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദൃശ്യത്തിൽ അങ്ങനെ പർവ്വതങ്ങളൊന്നും കാണില്ല. ഒരു ഫുട്ബോൾ പോലെ ഒരു ഉരുണ്ട് വൃത്ത രൂപത്തിലുള്ള ഒരു സംഗതിയായിട്ടാണല്ലോ കാണുക. പക്ഷെ കുറച്ച് അടുത്ത് വരുമ്പോ ഈ വൃത്താകൃതിയിലുള്ളതിന് തന്നെ പരന്നു കിടക്കുന്ന ഇടങ്ങളുണ്ട്, ജലനിരപ്പുണ്ട്, അതുപോലെ പർവ്വതങ്ങളുണ്ട്, വലിയ താഴ്വരകളുണ്ട്, കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള ഇടങ്ങളുണ്ട് എന്നത് സൂക്ഷ്മമായിട്ട് അടുത്ത് വന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇതാണ് ഇപ്പോ ചന്ദ്രനെ നിരീക്ഷിച്ച
പിന്നിട്ട കാലത്ത് മനുഷ്യൻ ആദ്യം അത് വളരെ വൃത്തിയുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് അടിക്കടി ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഉണ്ടായത്. ഭൂമി പോലെ തന്നെയുള്ള ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെയുള്ള ഒരു സർഫസ് ആണ് ചന്ദ്രനുള്ളത് എന്നത് അവര് ശാസ്ത്രജ്ഞര് മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോ വല്ലർല മദദ്നാഹവാസിയ, ഭൂമിയെ നാം വിശാലമായ പരപ്പുള്ളതാക്കി അതുപോലെ അതിൽ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു. പർവ്വതങ്ങളാണ് യഥാർത്ഥത്തില് വളരെ റിച്ചായ ഒരു വിഭവങ്ങളുടെ സ്രോതസ്സായിട്ട് നിലകൊള്ളുന്നത്. മനുഷ്യന് സമതലങ്ങൾ മനുഷ്യൻ ആദ്യകാലങ്ങളില് അവന്റെ വാസത്തിനും കൃഷിക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പർവ്വതങ്ങളിലെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പർവ്വതങ്ങളെ ആ വിധത്തില് ഭൂമിയിൽ നാം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് അമ്പത്തിനാ ഫീഹ, അതില് ഭൂമിയിൽ നാം മുളപ്പിച്ചുണ്ടാക്കി മിൻകുല്ലി ജൗജിൻ ബഹീജ്, അത്ഭുതകരമായ അങ്ങേയറ്റത്തെ ചാരുതയുള്ള ഭംഗിയുള്ള ഇണകളെ അല്ലെങ്കിൽ സസ്യങ്ങളെ നാം മുളപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നേരത്തെ എല്ലാ തരം എന്നായിരുന്നു സൗജ് എന്ന വാക്കിന് നേരത്തെ അർത്ഥം നൽകാറുണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സസ്യലോകത്തും എല്ലാം ഇണകളായിട്ടാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ ആയത്തിന്റെ സൂചനയിൽ അടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഇനം ചെടികളും അതീവ സുന്ദരമായ ആകർഷകമായ സസ്യലതാദികൾ വൃക്ഷങ്ങളും ഒക്കെ ഭൂമിയിൽ നാം മുളപ്പിച്ചുണ്ടാക്കുകയുണ്ടായി. എല്ലാ ഇനം മിൻകുല്ലി സൗജിൻ ബഹീജ്, ആകർഷകമായ ചാരുതയുള്ള ഭംഗിയുള്ള എല്ലാ ഇനം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ മുളപ്പിച്ചുണ്ടാക്കി എന്നാണ്. അതോടൊപ്പം തന്നെ അതൊക്കെയും പേയേഴ്സ് ആണ് എന്ന ഒരു കാര്യം കൂടി സൗജ് എന്ന പദം പ്രയോഗിച്ചതില് അങ്ങനെ ഒരു സൂചന കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്പത്തിന ഫീഹ, നാം അതില് മുളപ്പിച്ചുണ്ടാക്കി മിൻകുല്ലി സൗജിൻ ബഹീജ്, വളരെ ആകർഷകമായ എല്ലാ ഇനം ചെടികളെയും എല്ലാ ഇനം മരങ്ങളും അതിന്റെ പേറുകളായിക്കൊണ്ട് തന്നെ നാം അതിനെ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. എന്തിനാണിത്? തബ്സിറതൻ, ഇത് ഉൾക്കാഴ്ച നൽകുന്ന ഒരു സംഗതിയാണ്. വദിക്റ, ഒരു ഉത്ബോധനവുമാണ്. ലികുല്ലി അബ്ദിൻ മുനീബ്, മടങ്ങുവാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഏത് ദാസനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും വലിയ ഉൾക്കാഴ്ചയും ഉത്ബോധനവുമായിട്ട് നിലകൊള്ളുന്നവയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ ഉപരിതലം വിശാലമായ പരന്നതാക്കി മാറ്റിയത്, അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്, അതില് വളരെ ആകർഷകമായ എല്ലാ ഇനം ചെടികളെയും മരങ്ങളെയും അവൻ മുളപ്പിച്ചുണ്ടാക്കിയത്, ഇതൊക്കെയും തന്നെ ഉൾക്കാഴ്ച പകരുന്ന, ബസീറത്ത് നൽകുന്ന, തബ്സിറത്തായിക്കൊണ്ടുള്ള, അതുപോലെ ദിക്റ ആയിട്ടുള്ള സംഗതിയാണ്. ദിക്റ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, ഓർമ്മപ്പെടുത്തലാണ്. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്ന, ഒരു ബോധം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അതേപോലെ തബ്സിറത്ത്, കാര്യങ്ങളുടെ ഉള്ളുകള്ളികളെ പരിധി മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ച നൽകുന്ന സംഗതിയാണ് തബ്സിറത്ത്. അപ്പോ ഈ വിധത്തിൽ ആകാശത്തെ, ഭൂമിയെ, ഭൂതലത്തെ, പർവ്വതങ്ങളെ, ആകർഷകമായ സസ്യലതാദികളെ ഒക്കെ അള്ളാഹു രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ളത് എന്തിനാണ്? ഇതൊക്കെയും തബ്സിറത്താവണം, അതുപോലെ ദിക്റായും ആവണം. തബ്സിറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച നൽകുന്ന ഒരു ദൃശ്യാനുഭവം. ദിക്റ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാവും. ഓർമ്മപ്പെടുത്തുക എന്നത് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അള്ളാഹു സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ, ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുഴുവൻ ആദം സന്തതികളെയും മനുഷ്യന്റെ മുതുകിൽ നിന്ന് പുറപ്പെടുവിച്ചെടുത്തിട്ട് അലസ്തു ബി റബ്ബിക്കും എന്ന് അവരോട് അള്ളാഹു ചോദിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
ഞാനല്ലേ നിങ്ങളുടെ നാഥൻ എന്ന് ചോദിച്ചപ്പോ ബലാ ഷഹീദിന, അതെ ഞങ്ങൾ അതിന് സാക്ഷിയാണ് എന്ന് അവര് പറയുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ ഈ കാര്യം മനുഷ്യൻ മറന്നുപോകും, മറപ്പിച്ചതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കാണുമ്പോൾ അവനിൽ ആ കരാറ് ഓർക്കാൻ സാധിക്കില്ലെങ്കിലും ആ കരാറിന്റെ ഫലമായി ഉണ്ടാവേണ്ട ദൈവബോധം അവനിൽ ഉണരും. അപ്പൊ ആ നിലക്കാണ് അത് ദിക്ര ആവുന്നത്, ഒരു ഉത്ബോധനമാവുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. മറന്നുപോയൊരു കാര്യമാണല്ലോ. തനിക്കൊരു നാഥനുണ്ട് എന്ന സംഗതിയാണ് തുടക്കത്തില് മനുഷ്യന്റെ മനസ്സില് അള്ളാഹു കൃത്യമായ ഒരു ബോധ്യമായി ഉണ്ടാക്കിയത്. ആ ബോധ്യം അവന്റെ വാക്കുകളിൽ തന്നെ അവൻ പറയുകയും ചെയ്തതാണ്. ബലാ ഷഹീദിന എന്ന് അവര് പറഞ്ഞതാണ്. പക്ഷെ അത് ഭൂമിയിലെത്തുമ്പോ മനുഷ്യന് അത് ഓർമ്മ ഉണ്ടാവില്ല. അതിനു പകരം ആ ഓർമ്മ നൽകുന്ന ദൈവബോധം അവനിൽ ഉണർത്തുന്ന വിധത്തില് അസംഖ്യം പ്രതിഭാസങ്ങൾ അവനിവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയും അവന് ഉൾക്കാഴ്ച പകരും, അവനിൽ ഓർമ്മയുണർത്തും, അല്ലെങ്കിൽ അവനെ ഉത്ബുദ്ധനാക്കും, അവന് ഉത്ബോധനം ആയിട്ട് അത് വർത്തിക്കും. ഇതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. തബ്സിറത്തും വദിക്റാലിക്കുല്ലി അബ്ദിൻ മുനീബ്. മുനീബായ അബ്ദ് എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തി മറവിയുടെ പേരിൽ ക്ഷമ ചോദിച്ച് അള്ളാഹുലേക്ക് മടങ്ങുന്നവനാണ് മുനീബ് എന്ന് പറയുന്നത്. അനാബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപ വിവശതയോടെ തെറ്റ് തിരുത്തുന്ന വിധത്തില് അല്ലെങ്കിൽ പിഴവുകളുടെ പേരിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് മടങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അള്ളാഹുലേക്ക് മടങ്ങുവാൻ താല്പര്യമുള്ള അവന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതികളൊക്കെയും തന്നെ ഓർമ്മപ്പെടുത്തലാണ്, ഉദ്ബോധനമാണ്, അതോടൊപ്പം തന്നെ ഉൾക്കാഴ്ച പകരുന്ന സംഗതികളുമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ വിധത്തില് ആകാശത്തെയും ഭൂതലത്തെയും പർവ്വതങ്ങളെയും അതില് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാർഗദർശിയായിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കുക എന്നതും മരണാനന്തരം അവനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതും അസാധ്യമാണ് എന്നാണോ ഇവർ കരുതുന്നത്? ഈ ആകാശത്തെയും പ്രപഞ്ച സാകല്യത്തെയും ഒക്കെ സംവിധാനിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമെന്നോ? ഇതാണ് ചോദ്യം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഖാഫിലെ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.